പാർലമെന്റിലെ പ്രതിഷേധത്തിനിടെ സ്പീക്കറുടെ പോഡിയത്തിൽ കയറിയതിൽ ഖേദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് എംപിമാർ. ജിൽബി തോമസിന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിൽബി, ഏതൊക്കെ എംപിമാരാണ് ഖേദം പ്രകടിപ്പിച്ചത്? സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിയാണോ ഇത്തരത്തിൽ ഇപ്പോഴൊരു ഖേദപ്രകടനം? വിനീഷ, നമുക്കറിയാം പാർലമെന്റിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെ, ഈ പ്രതിഷേധത്തിന് പിന്നാലെ എംപിമാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സസ്പെൻഷൻ ലഭിച്ച എംപിമാർ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രതിഷേധത്തിനിടെ സ്പീക്കറുടെ പോഡിയത്തിൽ കയറിയതിലാണ് ഇപ്പോൾ കോൺഗ്രസ് എംപിമാർ ഇത്തരത്തിൽ ഖേദപ്രകടനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. കെ ജയകുമാർ, അബ്ദുൾ ഖാലിഖ്, വിജയകുമാർ, വിജയ് വസന്ത് എന്നിവരാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ അവകാശ ലംഘന സമിതി ഈ എംപിമാരുടെ ഖേദം അംഗീകരിച്ചു. ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ സ്പീക്കർക്ക് ഇതിനായിട്ടുള്ള റിപ്പോർട്ട് നൽകിയേക്കും. സസ്പെൻഷൻ പിൻവലിക്കാൻ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനാൽ തന്നെ സ്പീക്കർക്ക് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകിയേക്കും. ഈ ഇത്തരത്തിൽ പ്രതിഷേധത്തിനിടെ ഈ സ്പീക്കറുടെ പോഡിയത്തിൽ കയറിയതിനാണ് അവർക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ഇതിലിപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലെ എംപിമാരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ അവകാശ ലംഘന സമിതി ഈ എംപിമാരുടെ ഖേദം അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കാനായിട്ട് സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. വിനീഷ്. ശരി, ജിൽബി തോംസൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.